കേളി നളിനം വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീളാവതിയായി ഉണരുമോ മയങ്ങും മനസ്സിൻ സരസിൽ നീ കേളി നളിനം വിടരുമോ. നിശാനൃത്ത സോപാനത്തിൽ തുഷാരാർദ്ര ശില്പം പോലെ ഒരിക്കൽ ഞാൻ കണ്ടു നിന്നെ, ഒരു വജ്രപുഷ്പം പോലെ. തുടുത്തുവോ തുടിച്ചുവോ തളിർത്ത നാണം, വിടരുമോ ശിശിരം പടരും സരസിൽ നീ വ്രീളാവതിയായി ഉണരുമോ മയങ്ങും മനസ്സിൻ സരസിൽ നീ കേളി നളിനം വിടരുമോ. മറന്നുവോ ഹംസഗീതം മദാലസ നൃത്തഗീതം, മറന്നുവോ ഹംസഗീതം മദാലസ നൃത്തഗീതം, മനസ്സുണർത്താൻ വന്ന മായാമേനക. ഇതാണെൻ്റെ പ്രേമകുടീരം, ശതാവരി ചിത്രകുടീരം, ഇണചേരുമാശ്ലേഷത്തിൽ ഒരു മുല്ലപ്പൂത്ത കുടീരം. ഇവിടെ നിൻ പദസ്വരം കിലുങ്ങുകില്ലേ, വിടരുമോ ശിശിരം പൊതിയും കുളിരിൽ നീ വ്രീളാവതിയായി ഉണരുമോ മയങ്ങും മനസ്സിൻ സരസിൽ നീ കേളി നളിനം വിടരുമോ. പാട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നത്, ഈ പാട്ട് ഞാൻ ഒരു 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ സുധീഷ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, അവൻ സ്റ്റേജിൽ സ്കൂളിൽ പാടാറില്ല. പിന്നെ നമ്മൾ വെറുതെ പാടി നോക്കുന്ന, വെറുതെ പാടില്ല, ആ പാടുന്ന സമയത്ത് പാടിയിട്ടുള്ള പാട്ടാണത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പാടുമ്പോഴൊക്കെ. അപ്പോൾ ഒരു ഏരിയയിൽ ഞാൻ പാടിയിരുന്നത് കുറേ കൂടി സ്ട്രോങ് ആയിട്ടായിരുന്നു എന്ന് എനിക്ക് സംശയം തോന്നി. ഒരു ഏരിയ ഞാനത് അൽഫോൺസിനോട് ചോദിക്കുകയും ചെയ്തു, അവിടെ അത് അത്രയും സോഫ്റ്റ് ആയിട്ടാണോ ശരിക്കും ഉള്ളത് എന്നുള്ളത് എനിക്ക് കൺഫ്യൂഷനായിപ്പോയി. പാട്ട് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ഫീൽ ഉണ്ടായിരുന്നു, നന്നായി പാടി. പക്ഷേ ആ ഒരു സ്ഥലം എൻ്റെ ഓർമ്മകളിൽ കുറേ കൂടിയും ബ്രൈറ്റ് ആയിട്ടായിരുന്നു എന്ന് തോന്നി. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അതർവൈസ് നന്നായി പാടി. വല്ല താങ്ക് യു സാർ. ലാലുജി പറഞ്ഞതുപോലെ തന്നെ ഫീൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജനറൽ ഫീൽ, ശരത് ഫീൽഡ് സ്പെഷ്യലൈസ്ഡ് ആണ് തുടക്കം തൊട്ട്. പാട്ട് നന്നായിട്ട് ഫീൽ എക്സ്പ്രഷനൊക്കെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് സാധാരണ കാണുന്നത് മാതിരി ഒരു പെർഫെക്ഷൻ കുറവ് തോന്നിയിരുന്നു ശരത്തിൻ്റെ ഈ പ്രാവശ്യത്തെ ഒരു പെർഫോമൻസിൽ. അതായത് അവിടെയും ഇവിടെയൊക്കെ ഒരു പിച്ച് ഫോക്കസ് നഷ്ടപ്പെട്ടോന്നു. ചില നോട്ട്, അതായത് ഓവറോൾ ഒരു ലൈൻ ഫുൾ ഫ്ലാറ്റോ ഒരു ലൈൻ ഫുൾ ഷാർപ്പോ അങ്ങനെയല്ല. ഒരു വാക്ക്, ഒരു നോട്ട് കുറച്ചൊരു ഇറങ്ങി പോവുക അല്ലെങ്കിൽ കൂടി പോവുക. ഇത് ശരത്തിൻ്റെ പെർഫോമൻസ് ഇതുവരെ
കേട്ടപ്പോഴൊന്നും എനിക്കിങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഒരു പെർഫോമൻസിൽ പക്ഷേ ഫീൽ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പാട്ടിന്. അതാണ് പോസിറ്റീവ്. നെഗറ്റീവ് ആണെങ്കിൽ ഈ ഒരു പിച്ച് ഫോക്കസ് കുറച്ചും കൂടിയും ശ്രദ്ധിക്കണം. ഓരോ ഇൻഡിവിജ്വൽ വാക്ക് വരുന്ന സമയത്ത് അത് കൂടാനോ കുറയാനോ പാടില്ല. അവിടെ ആ നോട്ട് തന്നെ വരണം. പിന്നെ എനിക്ക് വേറെ പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം പെർഫോമൻസ് ശരത് ഒരു എല്ലാ ആഴ്ചയും ശരത് ഡബിൾ വെച്ചല്ല, ഐ തിങ്ക് 3 times or 4 times വെച്ച് ദർ ഇസ് ഇംപ്രൂവ്മെൻറ്റ് റേറ്റ് ശരത്തിൻ്റെ പെർഫോമൻസിൽ. ഒട്ടും ചിരിക്കാതെ ഒരു വടിമാറി നിൽക്കുന്ന ഒരു ശരത്താണ് ആദ്യം ഉണ്ടായത്. പിന്നെ കുറച്ച് ചിരിച്ചു, പക്ഷെ ഒരു സുഖമില്ലാത്തൊരു ചിരിയായിരുന്നു. പിന്നെ അതായത് ഞാൻ ഇങ്ങനെ എൻ്റെ ചുണ്ട് ഇത്രയേ ഉള്ളൂ, ബാക്കി ഞാൻ വരച്ചു തരാം എന്നുള്ള മാതിരിയുള്ളൊരു ചിരിയായിരുന്നു. പക്ഷെ അത് മാറി, ശരിക്കും അറിഞ്ഞുകൊണ്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നെ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരുത്തൻ ബാക്കിൽ നിന്ന് പിടിച്ച് തള്ളുന്ന പോലത്തെ മൂവ്മെൻ്റ് ആയിരുന്നു കുറച്ച് നാൾ. അത് മാറി, ഇപ്പം നാച്ചുറലായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. ഈ നാച്ചുറലായിട്ട് ആസ്വദിച്ച് മൂവ് ചെയ്യുന്നതും ചിരിക്കുന്നതൊക്കെ ശരിക്കും പെർഫോമൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യലും നാച്ചുറലായിട്ട് ഇപ്പം നാച്ചുറലായിട്ട് മൂവ് ചെയ്തപ്പോഴൊക്കെ വളരെ പ്ലീസിങ്. ശരിക്കും ഒരു ഹിന്ദി പാട്ടുകാരൻ മൂവ് ചെയ്യുമ്പം കിട്ടുന്ന ആ ഒരു സംഭവം നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ മാത്രം നമ്മൾ കണ്ട ഒരു ടൈപ്പ് ഓഫ്, ഇത്രയും നാൾ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ആ ഒരു സുഖം എനിക്ക് തോന്നി ശരത്തിൻ്റെ മൂവ്മെൻറ്റിൽ. ദാറ്റ്സ് വെരി ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ചില ഏരിയാസിൽ യു ആർ സ്കോറിങ് പോസിറ്റീവ്, ചില സൈഡിൽ യു ഹാവ് ടു ബി മോർ കെയർഫുൾ. അപ്പം ഈ പിച്ചിൻ്റെ കാര്യത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത പ്രശ്നമായിരുന്നു, അതിനി വരാൻ പാടില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരത്തിൻ്റെ പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരത്തിന് കോൺഫിഡൻ്റ് ആയിരുന്നു. നല്ല സാധാരണ നമ്മൾ ഒരു മടി പിടിച്ച് പേടിച്ചൊക്കെ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നല്ലോ, അത് മാറി. കഴിഞ്ഞ പ്രാവശ്യം വരെയും ശരത്തിനുണ്ടായിരുന്നു അത്. ഇപ്രാവശ്യം കുറച്ചുകൂടെ കോൺഫിഡൻസ് ഫീൽ ചെയ്തു ശരത്തിൻ്റെ പെർഫോമൻസിൽ. ഗുഡ്. പിന്നെ ഈ പറഞ്ഞ ബാക്കി പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ടെക്നിക്കൽ സൈഡ് ഫുൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്രഷൻ നല്ലതായിരുന്നു. സ്ലിപ്സ് ഉണ്ടായിരുന്നു കുറേ ശരത്തിൻ്റെ ഇന്ന്. ശരത്ത് പ്രത്യേകിച്ചും പഴയ പാട്ടുകളുടെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്ന ആൾ ചെറിയ സ്ലിപ്പ് പോലും അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതീക്ഷിക്കണില്ല. എനിക്കൊരു കാര്യം തോന്നുന്നത് കുറച്ചുകൂടി വോയിസിന് കുറച്ചുകൂടി ബോൾഡ്നെസ് വരാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി കുറേ ഭാഗങ്ങളിലൊക്കെ കുറേ ലൈറ്ററായിട്ട് പോയ പോലെ അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും ചിലപ്പോൾ ലജു സാർ ഉദ്ദേശിച്ചത് അല്ലേ. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വരാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തെങ്കിലും ലിറിക്സ് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഇടയ്ക്ക് എവിടെ? ഓക്കെ. അപ്പം അത് അങ്ങനെയുള്ള ചില ഭാഗങ്ങൾ കുറച്ചുകൂടി നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം.